നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഓണമെല്ലാം കഴിഞ്ഞ് ആളുകൾ വളരെ വിശാലമായിട്ടൊക്കെ വീണ്ടും ജോലികളിലേക്ക് കയറി വീണ്ടും നമ്മൾ വളരെ സജീവമാവുകയാണ്. ഈ ചാനൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്കാവശ്യമായ സംഭാവന അയച്ചു തരിക. ഞങ്ങളുടെ മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 89 രൂപ അടച്ചാൽ സിൽവർ മെമ്പർഷിപ്പ്, 199 രൂപ അടച്ചാൽ ഗോൾഡൻ, 1999 രൂപ അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ് കിട്ടും. നിങ്ങളെല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. മലബാർ കലാപം നടന്നിട്ട് 1921 ഏകദേശം 2021 100, 104, 105 വർഷം കഴിയുന്നു. 104 വർഷം സമ്പൂർണ്ണമായി. 1921 ഓഗസ്റ്റ് 20 തിരൂർ അങ്ങാടിയിൽ ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നു. ഖിലാഫത്ത് സമ്മേളനം ഒരു സ്വാതന്ത്ര്യ സമര സമ്മേളനം കൂടിയായിരുന്നു. അതായത് മുസ്ലിങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള മുസ്ലിങ്ങളുടെ ഒരു സംഘടന എന്നുള്ള നിലയിലൊക്കെ വന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയും കൊളോണിയലിസത്തിനെതിരെയും വന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയൊക്കെ ശക്തമായി അതിനെ അനുകൂലിച്ചിരുന്നു. പക്ഷേ മലബാർ കലാപം നടന്നപ്പോൾ 1921 ഓഗസ്റ്റ് 20 തിരൂരങ്ങാടിയിൽ നടന്ന മലബാർ ഖിലാഫത്ത് സമ്മേളനത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിറ്റ് പോകണം എന്നുള്ള വലിയ സമരം നടന്നു. മുസ്ലിങ്ങൾ മാപ്പിളകളും, മാപ്പിള ലഹള എന്നൊക്കെ അതിനെ പറയാം, മാപ്പിളകളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയ സംഘർഷം നടന്നു. വാര്യത്ത് കുന്നനും എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ കൂടി വേറൊരു പുട്ടുകച്ചവടം കൂടെ നടന്നു. ഈ സംഭവത്തിനിടയിൽ മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം ആളുകൾ, ഒരു തീവ്രവാദ വിഭാഗം ആളുകൾ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നത് എങ്ങനെ എന്നുകൂടി, ഇതിൻ്റെ ഇടയിൽ കൂടി മലപ്പുറത്ത് നിന്ന് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ചിന്ത കൂടി വന്നതായി ശക്തമായ ആക്ഷേപമുണ്ട്. ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല. നമ്മുടെ അലി അക്ബറിൻ്റെ രാമസിംഹൻ എന്ന് പറയുന്ന പേരിൽ വന്നിട്ടുള്ള അലി അക്ബറിൻ്റെ സിനിമയുണ്ട്. പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയുണ്ട്. ഇപ്പോൾ വീണ്ടും ഇത് കയറി വരാൻ കാരണം, 100 വർഷം കഴിഞ്ഞിട്ടും ഇത് കയറി വരാൻ കാരണം, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായി ഈ കലാപത്തെക്കുറിച്ച് പുനരാവിഷ്കരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതായത് വളരെ വലിയ തോതിലാണ് അന്ന് നടന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മാപ്പിള കലാപം 2 മുഖമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരം തന്നെയാണത്. അതൊരു വശത്ത് നടന്നു. മറുവശത്ത് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള എത്രയോ ഹിന്ദു സ്ത്രീകളെ, ദുരവസ്ഥ എന്ന കവിത തന്നെ കുമാരനാശാൻ എഴുതി അതിൻ്റെ പേരിൽ. അതുകൊണ്ടാണല്ലോ നീന്തൽ കൂടി അറിയാമായിരുന്ന കുമാരനാശാൻ എങ്ങനെയാണ് കാൽമുട്ട് പോലും വെള്ളമില്ല, ഒരു ബോട്ടിന് മാത്രം പോകാൻ കഴിയുന്ന, ഒരു ബോട്ടിന് ഇറക്കിയാൽ മാത്രം കഴിയുന്ന, കപ്പലൊന്നുമല്ല, ഒരു ബോട്ടിന് മാത്രം ഇറക്കാൻ കഴിയുന്ന ആഴമുള്ളൊരു പല്ലനയാറ്റിൽ വീണപ്പോൾ എങ്ങനെയാണ് നന്നായി നീന്തൽ അറിയാവുന്നുള്ള കുമാരനാശാൻ മരിച്ചു പോയത്? അദ്ദേഹത്തെ ആരാണ് മുക്കിക്കൊന്നത്? ഇന്നും ചരിത്രം ഇന്നും വെളിയിൽ വിടാത്ത ഒരുപാട് കഥകളുണ്ട്. ഇതൊന്നും നമ്മളിപ്പോൾ പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ മുസ്ലിം ഹിന്ദു മൈത്രിയിലാണ് കഴിയുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മൈത്രിയിലാണ് കഴിയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുമാരനാശാൻ മരിച്ചത് എങ്ങനെ എന്നൊന്ന് പുനരാവിഷ്കരിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ദുരവസ്ഥ എഴുതിയത് കുമാരനാശാൻ അവിടുത്തെ അന്തർജനങ്ങളുടെയും നായർ സ്ത്രീകളുടെയും ഈഴവ സ്ത്രീകളുടെയും അവിടുത്തെ പട്ടികജാതി പട്ടികവർഗ സ്ത്രീകളുടെയും ഹിന്ദുവായി ജനിച്ചു പോയതുകൊണ്ട് ഹിന്ദുക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അവരുടെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് തള്ളിയ കിണറുണ്ട് അവിടെ. ഇപ്പോഴും അതവിടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ കിണർ നിൽപ്പുണ്ട്. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. എന്തായാലും മുസ്ലിംസിലെ ഒരു തീവ്രവാദ വിഭാഗം നന്നായി അത് മുതലെടുത്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവർ സമാധാനത്തിൻ്റെയും ദേശീയതയുടെയും ഭാരതത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയും ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയുമൊക്കെ ജീവിക്കുന്നവരും അങ്ങനെ തന്നെ പെരുമാറുന്നവരുമാണ്. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ കുഞ്ഞുനാൾ താമസിക്കുമ്പോൾ തൊട്ടടുത്ത് മുസ്ലിം കുടുംബമാണ്. ഏത് പെരുന്നാൾ വന്നാലും, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും മട്ടൻ കറിയും ഉറട്ടിയും തരുമായിരുന്നു. ഞങ്ങളവിടെ പോയി കഴിക്കും. എത്രയോ പിന്നെ അതുപോലെ ബിരിയാണി തരും. എത്രയോ മഹത്തായ അവിടുത്തെ താത്തമാരെന്നാണ് നമ്മൾ വിളിക്കുന്ന താത്തമാരും ചേച്ചിമാരും അവിടുത്തെ ബാപ്പയും ഉമ്മയും ഒക്കെ എത്രയോ സ്നേഹമുള്ളവരാണ്. അപ്പം മുസ്ലിങ്ങളിൽ നല്ലൊരു ആളുകളും സ്നേഹമുള്ളവരാണ്. അതൊരു തർക്കവുമില്ല. അവർ നല്ല ആളുകളാണ്. നന്നായി അവർ പിന്നെ നബിയിൽ വിശ്വസിക്കുകയും ഖുറാനിൽ വിശ്വസിക്കുകയും 5 നേരം നിസ്കരിക്കുകയും ആളുകളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഭാഗമാണ്. പക്ഷേ അതിലൊരു ചെറു വിഭാഗം തീവ്രവാദമുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു തീവ്രവാദത്തെ അവരും എതിർക്കുന്നുണ്ട്. അവരെല്ലാം ഭൂരിപക്ഷം അതിനകത്ത് എതിർക്കുന്നുണ്ട്. എന്തിനിത് ചെയ്യുന്നു എന്ന് ചോദിച്ച് എതിർക്കുന്നുണ്ട്. പക്ഷേ ആ ന്യൂനപക്ഷം വ്യാപകമായി മലബാർ കലാപത്തിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള പണി ചെയ്തു. അത് ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പനെ വരെ എടുത്തുകൊണ്ട് ഓടേണ്ട, ആ വിഗ്രഹം വരെ എടുത്തുകൊണ്ട് ഓടേണ്ട സ്ഥിതി ഉണ്ടായെന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ വികലമായ ചിന്തകളുടെ കൂടി ഫലമായിട്ടായിരിക്കാം
മതം കൃത്യമായി കുത്തിവെച്ച് തീവ്രവാദികൾ വന്ന് മതം കുറച്ച് പേരിൽ ചെറുപ്പക്കാരിലും മറ്റും കുത്തിവെച്ച് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോഴിതെടുത്തിടാൻ കാരണം എന്തിന് ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ ഇത് കൊണ്ടുവന്നു ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഈ വിഷയം കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ നടേശൻ അവർകളോട് പറയുവാനുള്ളത്, കഴിഞ്ഞത് കഴിഞ്ഞു, കാലം കഴിഞ്ഞു. ഇനി അതെല്ലാം എടുത്തു കൊണ്ടുവന്ന് പുതിയ തലമുറയിൽ ഇതൊന്നും കുത്തിവെക്കേണ്ട കാര്യമില്ല. എന്തായാലും പുതിയ തലമുറ മറ്റൊരു തരത്തിൽ ന്യൂജൻ ഇതിലൊന്നും താല്പര്യമുള്ളതല്ല. അവർക്ക് താല്പര്യമുള്ള പുതിയ വിഷയങ്ങൾ നമുക്കെടുക്കാം. അതുകൊണ്ട് ഇത് പഴയ വിഷയമായി തന്നെ നമുക്ക് കുപ്പിയിലടയ്ക്കാം. ഇതുപോലെ ഒരുപാട് കഥകളും കഥനകഥകളും മുറിവുകളും ഏറ്റതാണ് ഭാരതം. 2000 വർഷത്തെ മുറിവേറ്റൊരു ജനതയാണ് നമ്മൾ. വിഭജന കാലത്ത് എന്തെല്ലാം നമ്മൾ കണ്ടു, കേട്ടു, അറിഞ്ഞു. അതെല്ലാം നമുക്ക് കുപ്പിയിൽ വയ്ക്കാം. അതൊന്നും ഇനി തുറന്നു വിടേണ്ട കാര്യമില്ല. ആ ഭൂതത്തെ കുപ്പിയിൽക്കകത്ത് തന്നെ ഇരിക്കട്ടെ. നല്ല കോർക്കിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം.